നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ഉള്ളം കൈ നോക്കി പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ എണീറ്റ് ഉടൻ ഉള്ളം കൈ നോക്കി പ്രാർത്ഥിക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. നമ്മുടെ ഉള്ളം കൈയിൽ സമ്പത്തും അറിവും ഈശ്വര ചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ്. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയും അറിവിന്റെ ദേവതയായ സരസ്വതിയും ഈശ്വര ചൈതന്യത്തിന്റെ ദേവനായ ഗോവിന്ദനും ഇവ 3 പേരും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. രാവിലെ ഉണരുമ്പോൾ കണ്ണുകൾ തുറക്കാതെ തന്നെ ഉള്ളം കൈകൾ ചേർത്ത് പിടിച്ച് ഈ ശ്ലോകം ചൊല്ലുക. ശ്ലോകം: കാരാഗ്രേ വാസതി ലക്ഷ്മി, കാരം മധ്യ സരസ്വതി, കാരം മൂലേ തും ഗോവിന്ദേ, പ്രഭാതേ കരദർശനം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഉള്ളംകൈയുടെ അറ്റത്ത് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവിയായ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നാണ്. ഉള്ളംകൈയുടെ മധ്യഭാഗത്ത് വിദ്യയുടെയും അറിവിന്റെയും ദേവതയായ സരസ്വതി ദേവി സ്ഥിതി ചെയ്യുന്നു എന്നും ഉള്ളംകൈയുടെ അടിഭാഗത്ത് സംരക്ഷകനായ ഗോവിന്ദൻ വസിക്കുന്നു എന്നും. അതിരാവിലെ എണീറ്റ ഉടൻ ഈ 3 ദേവന്മാരെയും ഉള്ളംകൈയിൽ സങ്കല്പിച്ചുകൊണ്ട് ദർശിക്കണം. ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ എണീറ്റ ഉടൻ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിക്കുക. കൈപ്പത്തികൾ വിടർത്തി പുസ്തകം തുറക്കുന്ന പോലെ മുന്നിൽ പിടിക്കുക. മുൻപ് പറഞ്ഞ ശ്ലോകം ഭക്തിയോടെ ചൊല്ലുക. ശ്ലോകം ചൊല്ലി തീർന്ന ശേഷം 2 കൈകളും ഒന്നിച്ച് പതുക്കെ തിരുമിയ ശേഷം കണ്ണുകൾ ഒപ്പുക. ഉള്ളം കൈ നോക്കുന്നതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ദിവസവും ഊർജ്ജസ്വലനായിരിക്കാനും നല്ല ചിന്തകൾ മനസ്സിൽ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഒരു പുതിയ ദിവസം കാണാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയാൻ ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നു. നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ തന്നെയാണ് കൈകൾ സൂചിപ്പിക്കുന്നത്. അറിവും സമ്പത്തും ഈശ്വരന്റെ അനുഗ്രഹവും നമ്മുടെ കൈകളിലുണ്ടെന്ന തിരിച്ചറിവ് സ്വന്തം കഴിവിലും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് മൂലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.